ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നിങ്ങളെല്ലാവരും ഗുഡ് ഈവനിങ് പറഞ്ഞു. കാര്യം നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് നിൽക്കുന്നത്. ടൈം മാനേജ്മെന്റ് നമുക്കൊക്കെ ആവശ്യമാണ് അല്ലേ? പലപ്പോഴും സമയം വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ. സമയം മാനേജ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. ഇത് കേവലം ഞാനിവിടെ നിങ്ങളോട് കുറച്ച് കാര്യം പറയുന്ന ഒരു സെഷൻ ആയിരിക്കില്ല, മറിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടൈമിനെ ഇന്ന് തൊട്ട് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാക്കണ ഒരു സെഷൻ ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റ്. ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സമയം എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും ഡിഫറൻ്റ് ആയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു 5 മിനിറ്റിന്റെ വില കൃത്യമായിട്ട് അറിയണമെങ്കിൽ ട്രെയിൻ നഷ്ടപ്പെട്ടാൽ മതി അല്ലേ? ശരിയല്ലേ? ട്രെയിനിന് വേണ്ടി ഓടിച്ചെല്ലണ സമയത്ത് ട്രെയിൻ ഒരു 5 മിനിറ്റിന്റെ ഗ്യാപ്പിൽ നഷ്ടപ്പെട്ടാൽ ഒരു പ്രധാനപ്പെട്ട ടൂർ ആണെങ്കിൽ സാർ എന്തായിരിക്കും ഫീലിംഗ്? എന്തായിരിക്കും ആ ഫീലിംഗ്? ആ സമയത്ത് 5 മിനിറ്റ് ചെറിയൊരു കാര്യമാണോ? ചെറിയ കാര്യമല്ല. ഇനി അതേപോലെ ഇതിന് മുന്നേ ഇവിടെ RTOയുടെ ഒരു സെഷനൊക്കെ നടന്നു. അപ്പൊ അതിൽ നമ്മൾ ആക്സിഡൻസും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു 0.1 സെക്കൻഡ് എന്ന് പറയുന്ന കാര്യം, സെക്കൻഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഒരു സെക്കൻഡ് അപ്പത്തെ വാല്യൂ ചെറുതാണോ? അല്ല. പലപ്പോഴും സമയം എന്നുള്ളത് മാസങ്ങളുടെ വില അറിയണമെങ്കിൽ ഒരു അമ്മയെടുത്ത് ചോദിച്ചാൽ മതി മാസങ്ങൾ എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ടൈം എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രസകരമായ വസ്തുത, ലോകത്തിൽ വലിയ സക്സസ് ഉണ്ടാക്കിയ ആളുകളാണെങ്കിലും ശരി, സാധാരണക്കാരാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും കിട്ടണ സമയം 24 മണിക്കൂർ ആണെങ്കിൽ എങ്ങനെ ആ 24 മണിക്കൂറിനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ആളുടെ ജീവിതത്തിലെ എല്ലാവിധ മാറ്റങ്ങളും ഉണ്ടാകുന്നത്. 4 രീതിയിലാണ് സമയത്തെ ശരാശരി ഒരു മനുഷ്യൻ മാനേജ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതും വ്യക്തമാക്കുന്ന ഒരു മെട്രിക്സ് ആണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ കുറച്ചു നേരത്തേക്ക് കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചിലവഴിക്കുന്ന ഓരോ സമയത്തെയും ഇതിലെ ഓരോ ക്വാഡ്രൻസിൽ കൊണ്ടുവരാനും ആ കൊണ്ടുവന്നതിന് ശേഷം കൃത്യമായ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനും സഹായപ്രദമായി മാറും. അപ്പൊ അതിനു മുമ്പ് ചെറിയൊരു കാര്യം, ഒരു ഡ്രസ്സ് മടക്കാൻ എത്ര സമയം എടുക്കും? നമുക്ക് ഒരു ഷർട്ട് മടക്കാൻ, ഒരു ടീഷർട്ട് മടക്കാൻ എത്ര സമയം എടുക്കും? 10 സെക്കൻഡ്. ഇദ്ദേഹത്തിന് 10 സെക്കൻഡിൽ മടക്കാൻ അറിയാം. എങ്ങനെയാണ് മടക്കുന്നത്? കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ടീഷർട്ട് കിട്ടുമോ? ഒന്ന് മടക്കുകയാണെങ്കിൽ നിലത്ത് ഇട്ട് തന്നെ മടക്കാം. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് നോക്കാം എങ്ങനെയാണ് മടക്കുന്നതെന്ന്. എണീറ്റ് നിന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ഫൈൻ. അദ്ദേഹം മടക്കി. നല്ല കൈ കൊടുക്കുക അല്ലെ? മടക്കി. ഇതേ കാര്യം തന്നെ ഞാൻ മറ്റൊരു രീതിയിലൊന്ന് മടക്കി കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ. കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു നോക്കുക. പഠിക്കാൻ വേണ്ടി എങ്ങനെ എൻ്റെ ടെക്നിക്കെന്നോട് ഒന്ന് കാണിച്ചു തരും. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഫസ്റ്റ് ഞാൻ പിടിക്കുന്ന സ്ഥലം ഇവിടെയാണ്, മേളിലാണ്. കാണാമല്ലോ? ഫസ്റ്റ് പിടിക്കുന്ന എവിടെയാണ്? മേളിലാണ്. സെക്കൻഡ് പിടിക്കുന്നത് നടുക്കാണ്. ഓക്കെ, പിന്നെ പിടിക്കുന്നില്ല. പിന്നെ ഈ പിടുത്തം നേരെ താഴേക്ക് കണക്ട് ചെയ്യുന്നു, നേരെ എടുക്കുന്നു. ഈ സാധനത്തെ ഒന്നുകൂടെ മടക്കിയാൽ മടക്കായി. ക്യാൻ യു സീ ദിസ്? ഇതേപോലെയുള്ള 100 കണക്കിന് മെത്തേഡ്സ് അവൈലബിൾ ആണ് എന്നുള്ള ഒരു തിരിച്ചറിവിന് കൂടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒന്ന് മടക്കം നോക്കാം. വെരി ഗുഡ്, ബിഗ് ക്ലാപ്പ് അല്ലെ? ഒരു 8, 9, 10 തവണ നേരത്തെ പിടിച്ചെങ്കിൽ കേവലം 4 തവണ പിടിച്ചപ്പോഴേക്കും എന്താ ചെയ്ത്? ഷർട്ട് മടങ്ങി. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. ഓക്കെ, എടുത്തോളൂ. എടുത്തിട്ട് ആ തിരിച്ചുകൊണ്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചുകൊണ്ട്. എന്താ മോനെ പേര്? ദേവനാഥൻ. നല്ലൊരു കേടി എടുത്തത്. ദേവനാഥൻ ഉഗ്രം കേടി. അങ്ങോട്ട് ചെന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിച്ച, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടത്, ഇരുന്നോളൂ. ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു ടെക്നിക്കാണ്. ഇതിന് ശേഷം, സെഷന് ശേഷം ഇത് പഠിക്കേണ്ട ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് വന്നാൽ മതി, പറഞ്ഞു തരുന്നതാണ്. ഇനി അതിനോടൊപ്പം നമ്മൾ പ്രധാനപ്പെട്ട മേഖലയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് 4 രീതിയിൽ നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, അർജന്റ്. എന്താ അർജന്റ് എന്ന് പറഞ്ഞാൽ? അർജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ? 2, നോട്ട് അർജന്റ്. അതെന്താണ്? പറഞ്ഞോളൂ. നോട്ട് അർജന്റ് എന്താണ്? വെറുതെ പറയൂ. കറക്റ്റ്. അതെ. 3, ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ടത്. അത്യാവശ്യമുള്ള അർജന്റ് ആണ്, പ്രധാനപ്പെട്ടതാണ് എന്ത്? ഇമ്പോർട്ടന്റ്. ഇനി 4, നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ പ്രാധാന്യമില്ല, അത്യാവശ്യമല്ല, പ്രാധാന്യമില്ല. ഒന്നുകൂടെ ഇതൊന്ന് വ്യക്തമാക്കുക. 4 ക്വാഡ്രൻസ് അതിൽ എടുക്കുന്നു. നമ്പർ 1 ഈസ് അർജന്റ്, അല്ലെങ്കിൽ അത്യാവശ്യം, അല്ലെ പെട്ടെന്ന് ചെയ്യേണ്ടത്. 2, നോട്ട് അർജന്റ്, പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത്. 3, ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ പ്രാധാന്യമുള്ള കാര്യം. 4, നോട്ട് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ പ്രാധാന്യം കുറഞ്ഞ കാര്യം, അല്ലെങ്കിൽ പ്രാധാന്യം ഇല്ലാത്ത കാര്യം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ ഇൻസിഡൻസും ഈ 4 കളങ്ങളിൽ നമുക്ക് കൊള്ളിക്കാവുന്നതാണ്. ഇതിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ, ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മികച്ച രീതിയിൽ നമ്മുടെ സമയത്തെ ഉപയോഗിക്കാൻ സാധിക്കും.
സാധാരണക്കാരായ നമ്മൾക്കും ഇതേ കാര്യം ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഈ ഒരു കോളത്തിൽ വരുന്നത്, ആദ്യത്തെ കോളത്തിൽ വരുന്നത് ഇമ്പോർട്ടന്റ് അർജന്റ്, അതായത് പ്രധാനപ്പെട്ടതും പെട്ടെന്ന് ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ. പ്രധാനപ്പെട്ടതും പെട്ടെന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ ഒരാൾ തലകറങ്ങി വീണു, നമുക്ക് സെഷൻ കഴിഞ്ഞിട്ട് വെള്ളം തളിക്കാം. ആലോചിക്കാൻ പറ്റുമോ? തലകറങ്ങി വീണ എന്ത് ചെയ്യണം? ആദ്യം എത്ര പെട്ടെന്ന് ചെയ്യണം? അത് അർജന്റുമാണ്, അതേപോലെ ഇമ്പോർട്ടന്റുമാണ്. അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല, എന്നാലും വെള്ളം കുടിക്കാൻ തോന്നി. അത്ര അത്യാവശ്യമില്ലെങ്കിലും വെള്ളം കുടിക്കാൻ തോന്നി. അതെന്താണ്? എന്താണത്? നോട്ട് അർജന്റ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? അർജന്റ് അല്ല, പക്ഷെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കോളത്തിൽ നോട്ട് ഇമ്പോർട്ടന്റ് അർജന്റ്, അതെന്താണ്? നമ്മളിത് സെഷൻ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു മെസ്സേജ് വരുന്നു. നമ്മുടെ ആ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ഒരു മെസ്സേജ് വന്നിരിക്കും, നമ്മൾ കണ്ടത്. പിന്നെ അതെടുത്ത് നോക്കുന്നതിന് പകരം ഇവിടെ ശ്രദ്ധിക്കണം. കാരണം എന്താണ്? അത് നമുക്കിപ്പോൾ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ പെട്ടെന്ന് നോക്കാൻ തോന്നും. കാര്യം നമ്മൾ ആ ബീപ്പ് ശബ്ദം കേട്ടോണ്ട്, അല്ലേ? ശരിയല്ലേ? ഇനി അവസാനത്തെ ഒരു കാറ്റഗറി, നമ്മളിപ്പോ ഇതുവഴി ഒരു 3-4 പേര് പോവുകയാണ്. നമ്മൾ വെറുതെ എന്ത് ചെയ്യും? അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിരിക്കും. അത് അർജന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റും അല്ല. ഇനി ഇതേപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ടാസ്കുകളും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അതൊരു പക്ഷേ TV കാണുന്നതാവാം, ക്രിക്കറ്റ് കളിക്കുന്നതാവാം, പഠിക്കുന്ന കാര്യങ്ങളാവാം, ജോലിക്ക് പോകുന്നതാവാം, നമ്മുടെ ടീമിലെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാവാം, നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുന്നതാവാം, അതല്ല മറ്റൊരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിന് കൂടുതൽ പഠിക്കാൻ പോകുന്നതാവാം, എന്തുമാവാം. എന്ത് കാര്യം, ഈവൻ കുളിക്കുന്നതോ അല്ലെങ്കിൽ ഡ്രസ്സ് മടക്കുന്നതോ ഇതുൾപ്പെടെ എന്തുമാകാം. നാളെ രാവിലെ ഇന്റർവ്യൂവിന് പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ ഷർട്ട് തേച്ച് വെക്കേണ്ടത് ഇതിലേതിൽ വരും സാർ? അർജന്റ് ഇമ്പോർട്ടന്റ് വരും, അല്ലേ? അതേസമയം ഒരാഴ്ചക്ക് ശേഷമുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ അത് എവിടെ വരും? നോട്ട് അർജന്റ് ഇമ്പോർട്ടന്റ് വരും. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഒരാഴ്ച മുൻപേ അത് തേച്ച് വച്ചാൽ അത് അവസാനത്തെ കോളത്തിൽ വരുമോ? ഒരാഴ്ച മുമ്പ് തേച്ച് വച്ചാൽ നമുക്ക് തലേ ദിവസം തേക്കേണ്ടി വരുമോ? വരൂല. എപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അർജന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാൻ പോകുമ്പോൾ മറ്റു പലതും ചെയ്യാൻ സമയത്ത് നമുക്ക് കഴിയണമെന്നില്ല. ക്രൈസിസ്, ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, ഒരു പ്രോബ്ലം. ആ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയ ആക്ഷനിൽ പെട്ടെന്ന് നമ്മൾ അവിടെ ഒരു നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ അത് അർജന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. 2, നമുക്കത് തീർക്കാതെ മുൻപോട്ട് പലതും ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ പ്രസ് ചെയ്യും, നമുക്കൊരു പ്രഷർ കിട്ടും. ഉണ്ടാവാറില്ല എല്ലാവർക്കും? ഉണ്ടോ? ഇല്ല? സേ യെസ് ഓർ നോ? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഇതില് ഈ രീതിയിൽ പലപ്പോഴും നമുക്ക് പ്രസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം. അതേപോലെ ഒരു ഡെഡ് ലൈൻ ഡ്രിവൺ പ്രൊജക്ട്, നമുക്ക് ഇത്രാം തീയതിക്കുള്ളിൽ തീർക്കേണ്ട ഒരു പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ ആ ദിവസത്തിനുള്ളിൽ അത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ആ സമയത്ത് നമുക്ക് തീർക്കണം. ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ പരീക്ഷ എഴുതുന്നതാവാം. ഒരു വീട് പണിയുന്ന ആളെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ആ വീട് പണിത് പർട്ടിക്കുലർ ഡേറ്റിൽ തീർക്കുന്നതാവാം. ശരിയല്ലേ? ഒരു പുസ്തകം എഴുതുന്ന ആളാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു വലിയ ഫെയർ നടക്കുന്നതിന് മുമ്പ് തന്നെ അത് എഴുതി തീർക്കുന്നതാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെങ്കിൽ രണ്ടാമത്തെ കോളം നോക്കിയാൽ ഇവിടെ നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്, പ്രിപ്പറേഷനാണ്. ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ ഇന്ന് ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങൾ ആണ് ഈ ഒരു കോളത്തിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളോടൊപ്പം 10 പേരുണ്ട്. ആ 10 പേരുമായി സ്നേഹമായി പെരുമാറി, ആ 10 പേരുമായി ഒരുമിച്ചൊരു ചായ കുടിച്ച്, ആ 10 പേരുമായി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചാൽ നാളെ ഒരു ആവശ്യം വരുമ്പോൾ ഈ 10 പേര് കൂടെ കാണില്ലേ? നിങ്ങൾ പറയൂ, കാണുമില്ലയോ? 100% കാണും. അപ്പൊ 100% അവർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നം വരുന്ന അന്നത്തെ ദിവസം ഈ 10 പേരോട് നടന്നാൽ പോരാ. മറിച്ച് അതിന് മുൻപ് തന്നെ ഈ വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരു കമ്പനിയുടെ അവസ്ഥയിലെടുത്താൽ, നമ്മളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ, ഒരു മാനേജർ ആണെങ്കിൽ, നമ്മളിപ്പോൾ 10 പേരെ സെയിൽസ് ടീം ഉണ്ടെങ്കിൽ ആ ടീമിലുള്ളവരെ കൃത്യമായി നമ്മൾ മാനേജ് ചെയ്ത് നിർത്തിയാൽ നാളെ ഒരു പർട്ടിക്കുലർ മാസം വരുമ്പോൾ കൃത്യമായി നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോട്ട് അർജന്റ് എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അടുത്തൊരു കോളം നമ്മൾ നോക്കിയാൽ ഇതിൽ നമ്മൾ കാണുന്നുണ്ട് പ്ലാനിങ്, അതുപോലെ തന്നെ വാല്യൂ ക്ലാരിഫിക്കേഷൻ, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എംപവർമെന്റ്, നമ്മുടെ കൂടെയുള്ള ആളുകളെ ശക്തിപ്പെടുത്തുന്ന പരിപാടി. അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വെക്കുകയാണ്, നാളെ നമുക്ക് ആവശ്യം വരുന്നത് കണ്ടിട്ട്. ഗുണം എന്താ? നമ്മളിവിടെ 10 പേരുണ്ടെന്ന് വയ്ക്കുക. ഈ 10 പേരിൽ 9 പേർക്കും നാളെ വരാൻ പോകുന്ന കാര്യത്തെ പറ്റി അറിവില്ല. നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ ആരും എടുക്കണം? നമ്മൾ മാത്രമല്ല, കൂടെയുള്ള 9 പേരെ മിടുക്കരാക്കാനും നമുക്ക് അവിടെ പലതും ചെയ്യാൻ പറ്റും. ഹലോ, വെരി ഗുഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗത്തിലേക്ക് കിടക്കുന്നു. അർജന്റ്, ഇമ്പോർട്ടന്റ്, ക്രൈസിസ് ആണ്, പ്രസിംഗ് പ്രോബ്ലം ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കാം. ഇത് ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. കാര്യം എന്താ? ഈ കാര്യങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല.
പക്ഷെ നമുക്ക് തോന്നും പെട്ടെന്ന് ചെയ്യണമെന്ന്. വളരെ കാര്യമായി സീരിയസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഏതോ ഒരു സിനിമയുടെ മ്യൂസിക് കേൾക്കുമ്പോൾ ഓടിപ്പോയി കേൾക്കാൻ തോന്നുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും നമ്മളെ പിറകിലേക്ക് വലിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവർ നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യത്തെ അതിജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് തോന്നും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, വളരെ അത്യാവശ്യമാണെന്ന്. യാതൊരു അത്യാവശ്യവും അവിടെ കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വഴി പോകുന്നു, നമ്മളെല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു 4 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പേപ്പേഴ്സ് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട്, എല്ലാവർക്കും ഒരു പേപ്പർ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. എല്ലാവർക്കും ഓരോ പേപ്പറുകൾ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഫാസ്റ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പേപ്പറാണ്. 1000 മൈലുള്ള യാത്രയും ആരംഭിക്കുന്ന ഒന്നാമത്തെ ഒരു ചവിട്ട് പടിയിൽ നിന്നാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒന്നാമത്തെ ഒരു ചവിട്ട് പടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ചെയ്യേണ്ടത്, കിട്ടിയോ? നിങ്ങൾ പേപ്പർ കിട്ടിയോ? കയ്യിലുള്ള പേന എടുക്കുക. നിലവിൽ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, നിലവിൽ ചെയ്യുന്ന പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് അർജന്റും ഇമ്പോർട്ടന്റുമായി ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ തൊട്ടടുത്ത കോളത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അത്ര പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമല്ല, അങ്ങനെയുള്ള ഒരു 5 കാര്യങ്ങളും, താഴെ പ്രധാനപ്പെട്ടതല്ല പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളും, അവസാനമായി പ്രധാനപ്പെട്ടതുമല്ല പെട്ടെന്ന് ചെയ്യേണ്ടതുമല്ല പക്ഷെ നമ്മുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളുമായിട്ടുള്ള 5 കാര്യങ്ങൾ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യും. എഴുതിക്കോ. അർജന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നോട്ട് അർജന്റ് പെട്ടെന്ന് ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ, നോട്ട് ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ. ഇവയുടെ ഒരു മിക്സ്ചറാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇതിൽ മികച്ച രീതിയിൽ ജീവിതം മുൻപോട്ട് കെട്ടിപ്പടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യണം. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ അർജന്റായി തോന്നൂല. ഇവിടെ നന്നായി ചെയ്താൽ 100% നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ പല റിസൾട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകാൻ അത് സഹായപ്രദമായി മാറും. താങ്ക് യു വെരി മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.